ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നല്ല ഫ്രഷ് വലിയ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് മീനാണെന്ന് ചോദിച്ചാൽ അതിന് പേര് അധികം കേട്ടിട്ടില്ലാത്തതാണ്. പൂമീൻ എന്നൊക്കെയാണ് ഇതിന് പേര് പറഞ്ഞത്. അത് കട്ട് ചെയ്തിട്ടെല്ലാം നോക്കിയപ്പോൾ ബിരിയാണി വെക്കാൻ പറ്റുന്ന മാതിരി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. നല്ല ഫ്രഷ് ആയതുകൊണ്ടോന്ന് അറിയില്ല, ബിരിയാണി വെച്ചപ്പോൾ നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് പകുതിയാവുമ്പോഴാണ് ഓർമ്മ വന്നത്. അത് മുറിക്കുന്നതിന് മുമ്പേ വീഡിയോ എടുക്കാൻ വിട്ടുപോയ കാര്യമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് ബിരിയാണിക്ക് എടുക്കുന്നതാണ്. കഴുകി വൃത്തിയാക്കി ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മസാല പുരട്ടി വെച്ച് കൊടുക്കാം. പാൻ ചൂടാക്കി 2 സവാള ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പാനിൽ അതേ ഓയിലിൽ തന്നെ മീൻ ഫ്രൈ ചെയ്യാനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെയ്തപ്പോൾ അതിന്റെ കൂടെ കുറച്ച് കിസ്മിസും കാഷ്യൂനട്ടും ചേർത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കറിവേപ്പിലയും പാനിലേക്ക് ഇട്ട് കൊടുത്ത് അതിന്റെ മേലെയും കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഭാഗമായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നല്ലതായി മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം ആയപ്പാട് തന്നെ തിരിച്ചും ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അതേ പാനിൽ തന്നെ 4 സവാള സ്ലൈസായി അരിഞ്ഞതും 1/4 ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം 4 തക്കാളി ചെറുതായി എരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 10 പച്ചമുളക് ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് വാങ്ങി വെക്കാം. സവാള അരിഞ്ഞത് 1/2 കപ്പ് ഓയിലിൽ വഴറ്റിയെടുക്കാം. കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുക്കാം. മസാല റൈസ് 1 കിലോ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരി മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. തിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ചെറിയ സിമ്മിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. റൈസ് റെഡിയായി കിട്ടും. ചെയ്തെടുക്കാം. ഞാനിത് ആദ്യം കുറച്ച് മസാലയും റൈസും ഇട്ട് മിക്സാക്കിയതിന് ശേഷം പിന്നെ റൈസ് ഇട്ട് കുറച്ച് മസാല ഇട്ട് മീനിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത മീനും ഇട്ട് കൊടുത്ത് കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും മല്ലിയിലയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീര് ഇതിന്റെ മേലയിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല നെയ്യ് കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം.